ദോഫാറിൻ്റെ ചരിത്രത്തിലേക്കും പഴമയിലേക്കും മിഴി തുറന്ന് ദോഫാർ മ്യൂസിയം ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖരീഫിനോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മ്യൂസിയം ദോഫാർ ഗവർണർ ഹിസൈനസ് സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മ്യൂസിയം സ്ഥാപകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ മൊഹസിൻ സാലിം അൽ സൈൽ അൽ ഗസാനിയും സംബന്ധിച്ചു. ദോഫാറിൽ താമസിക്കുന്ന നമ്മൾ അതല്ലെങ്കിൽ ദോഫാറിലേക്ക് വരുന്നവരും ഈ ഒരു മ്യൂസിയം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇതിൽ ദോഫാറും ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ഇൻചാർജായിട്ടുള്ളത് മലയാളിയായിട്ടുള്ള താരകജിത്താണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം കാണാൻ വരുന്നവർക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണാനായിട്ടുള്ളതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിൻ്റെ അകത്ത് 14 ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. 4 എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെയും വരുന്നുണ്ട്. 2 ഫ്ലോറിലായിട്ടാണ് മ്യൂസിയം ഇതാക്കിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ഒമാൻ്റെയുമായിട്ടുള്ള ബന്ധം, പഴയ ബന്ധം ഇതിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, വന്ന് കാണുക. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് 4 ഭാഷകളിലായിട്ട് QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ആൻഡ് അറബിക്. സലാലയുടെ നഗരമധ്യത്തിൽ സലാല ചൗക്കിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ലഭ്യമാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് പ്രവൃത്തി സമയം. 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. അതിനു മുകളിൽ 1 റിയാലാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. സ്കൂളുകൾക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പാക്കേജും അവൈലബിൾ ആണ്.